ദേശീയ തലത്തിൽ സർവേ നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് CSDS, സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന CSDSും ലോക്നിധിയും ചേർന്ന് നടത്തുന്ന ഇലക്ഷൻ സർവേകൾ എല്ലാ കാലത്തും പെർഫെക്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്തും ഹിന്ദു ദിനപത്രവും ലോക്നിധിയും CSDSും ചേർന്ന് നടത്തിയ സർവേ ഓൾമോസ്റ്റ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടേഷനുള്ള സർവേ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് CSDS. അവരും ലോക്നീതിയും പിന്നെ ലാൽ ഫൗണ്ടേഷൻ കൊണ്ട് ചേർന്ന് ഒരു പുതിയ സർവേ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഇന്ത്യയിലെ പോലീസിംഗ് സംവിധാനത്തെക്കുറിച്ചാണ് അവരുടെ സർവേ. പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ചുള്ള പോലീസുകാരുടെ നിഗമനം എന്താണ്, അതിനെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം എന്താണ്, എൻകൗണ്ടറുകളെ കുറിച്ചുള്ള പ്രതികരണം എന്താണ്, പിന്നെ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചും കസ്റ്റഡിയിലെ ടോർച്ചറിനെ കുറിച്ചും മൂന്നാം മുറയെക്കുറിച്ചുമുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ സർവേ നടത്തിയത്. എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച നിയമപാലനം നടത്തുന്ന നിയമപാലകർ ആരാണ്? പോലീസുകാർ എന്ന് പറഞ്ഞാൽ നിയമപാലകരാണ്. ആ നിയമപാലകർ നിയമം പാലിക്കുന്നുണ്ടോ എന്നാണ് CSDSൻ്റെ സർവേ നടത്തിയത്. ആ സർവേക്കകത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സായിട്ട് അവർ കണ്ടെത്തിയത് കേരളത്തെയാണ്. കേരളത്തിൻ്റെ പോലീസ് ഫോഴ്സാണ് നിലവിലത്തെ രീതിയിൽ ഇന്ത്യയിൽ നിയമം പാലിക്കുന്നതിൽ ഏറ്റവും മുന്നിലെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായിട്ട് പല ചോദ്യങ്ങളുമായിട്ടാണ് അവർ ആ സർവേ നടത്തിയത്. ആ സർവേക്കകത്ത് വ്യക്തമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട് കേരള പോലീസ് തന്നെയാണ് മുന്നിലെന്ന്. കണക്കുകൾ വ്യക്തമായി പരിശോധിക്കുമ്പോഴത്തേക്കും അറസ്റ്റിലായവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ളത് കേരളത്തിലെ പോലീസിനാണെന്നാണ് ആ സർവേക്കകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല കുറ്റവാളികൾക്കെതിരെയുള്ള ആൾക്കൂട്ട ആക്രമണത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ തോത് കേരളത്തിൽ 0%, വെറും 0%. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ പോലീസിങ്ങിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമുള്ള വിവിധ റാങ്കിലുള്ള 8276 പോലീസുകാരിൽ നടത്തിയ സർവേയിലൂടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കർത്തവ്യ നിർവഹണത്തിനിടെ പീഡനമുറകളും അക്രമവും ഉപയോഗിക്കുന്നതിനെ ഇന്ത്യയിലെ വലിയ വിഭാഗം പോലീസുകാരെ ന്യായീകരിക്കുന്നതായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അറസ്റ്റിലായവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഏറ്റവും കുറവ് ബോധ്യമുള്ളത് ജാർഖണ്ഡ്, ഗുജറാത്ത് പോലീസിനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെയുള്ള ആൾക്കൂട്ട ആക്രമണത്തെ പിന്തുണയ്ക്കുന്നതിന് തോത് ഗുജറാത്ത് 57%, ആന്ധ്രാപ്രദേശ് 51%, മഹാരാഷ്ട്ര 50%, തമിഴ്നാട് 46%, ഒഡീഷ 42%. കേരളം 0%, പഞ്ചാബ് 3%, ഉത്തർപ്രദേശ് 4%, ഡൽഹി 10% എന്നിങ്ങനെയാണ് ഈ കാര്യത്തിൽ കുറഞ്ഞ തോത്. 20% പോലീസുകാരും വിശ്വസിക്കുന്നത് ജനങ്ങളിൽ ഭയമുണ്ടാക്കാൻ കഠിന മുറകൾ വേണമെന്നാണ്. 35% പോലീസുകാർ കുറച്ചൊക്കെ പ്രധാനമാണ് എന്ന നിലപാടുള്ളവരും ലൈംഗിക അതിക്രമങ്ങളിൽ ആൾക്കൂട്ട ആക്രമണം നടത്തുന്ന ന്യായീകരിക്കുന്നവരുമാണ് 27% പേർ. ഇങ്ങനെയും വ്യക്തമായിട്ട് ആ സർവേക്കകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപകടകാരികളായ കുറ്റവാളികളെ വിചാരണയ്ക്ക് വിട്ടു നൽകാതെ വധിക്കണമെന്ന നിലപാടുകാരാണ് 22% പോലീസുകാർ. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സേനയെ ശിക്ഷാഭയമില്ലാതെ ഉപയോഗിക്കാനാകണമെന്ന വിശ്വാസക്കാരാണ് പോലീസുകാരിൽ 26%. 26% പേർ ഇതിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. 45% പേർ കുറച്ചൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. 11% പേർ മാത്രമാണ് ഈ കാര്യത്തിൽ എതിർപ്പുള്ളത്. അറസ്റ്റ് വേളകളിൽ മാനദണ്ഡം പാലിക്കുന്നു വ്യക്തമാക്കിയത് 41% പേർ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഇത് 100%. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ മൂന്നാം മുറ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് 30% പോലീസുകാരും കണ്ടെത്തിയിട്ടുള്ളത്, അവർ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായ റിപ്പോർട്ടാണ് ലോക്നിധി CSDS ഈ കാര്യത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത്. വളരെ സുപ്രധാനമായ റിപ്പോർട്ടാണ്. വേറൊരു കാര്യത്തിൽ കൂടി കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയാലും വ്യവസായമായാലും ഇന്ത്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് കേരളമാണ്. അതുപോലെ തന്നെ മികച്ച പോലീസിംഗിലും ഇപ്പോൾ കേരളമാണ് 1ാം സ്ഥാനത്ത്. നിയമപാലകരിൽ നിയമം പാലിക്കുന്നവർ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു ദേശീയ സംഘടന അവരെ സർവേ നടത്തി കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇത് പോലീസുകാരുടെ ഇടയിൽ നടത്തിയ സർവേയാണ്. ആ സർവേയിൽ നിന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിയമം പാലിക്കുന്ന നിയമപാലകർ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരള നമ്പർ 1 വെറുതെ വിളിക്കുന്നതല്ല. പല കാര്യങ്ങളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, ഇപ്പോൾ നിയമത്തിലും നമ്മൾ തന്നെയാണ് ഒന്നാമതെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ മുന്നിലേക്കാണ് ഇതുപോലത്തെ ഒരുപാട് ഏജൻസികളുടെ റിപ്പോർട്ട് വരുന്നത്. 2 ആഴ്ച മുന്നേ ആയിരുന്നു ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയും പിന്നെ മറ്റ് അന്തർദേശീയ സംഘടനകളും ചേർന്ന് ഒരു സർവേ നടത്തി. അതിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സംസ്ഥാനമായിരുന്നു. ഏറ്റവും മികച്ച ജീവിക്കാനും മറ്റുള്ളവരോട്
വിദ്വേഷം പുലർത്താതെ ജീവിക്കുന്ന ആൾക്കാർ, അത്തരമുള്ള ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്താണ് ഉള്ളതെന്ന് വ്യക്തമായിട്ട് അവർ കണ്ടുപിടിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നാമതാണ്. അത് നീതി ആയോഗ് വരെ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്ഥാനത്തെ എഴുത്തി കാണിക്കുന്നവരണം നമ്മുടെ സംസ്ഥാനത്തിന് കൂടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്തൊക്കെയാലും ഇപ്പോൾ പുതിയൊരു സർവേ കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാം സ്ഥാനമെന്ന് അവർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്.